നമുക്കിന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചു. ഇനി അതിലേക്ക് നെയ്യും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് 2 ടീസ്പൂണോളം നെയ്യ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാം, ഒരിത്തിരി. നമുക്ക് നെയ്യൊക്കെ ചൂടായി, വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ടെടുക്കാം. സവാള ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് ഉപ്പിട്ടെടുക്കാം. ഉള്ളി നന്നായിട്ട് വഴണ്ടി വരുന്നത് വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ടെടുക്കാം. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തക്കാളി ഉള്ളിയും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അടച്ച് വെച്ച് തക്കാളി ഒന്ന് വേവിക്കാം. അപ്പോൾ നമുക്ക് തക്കാളി ആവുന്ന സമയം കൂടി നമുക്ക് റൈസ് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഒരു 2-3 മിനിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് റൈസ് ഉണ്ടാക്കാൻ വേണ്ട. ഇനി ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് അരിക്ക് ഞാനിപ്പോൾ 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പാൻ ചൂടാക്കി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളത്തിലോട്ട് വേണ്ട സ്പൈസസ് ഒക്കെ നട്ട് കൊടുക്കാം. ഏലക്ക, പട്ട, ഗ്രാമ്പു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ കല്ലുപ്പാണ് ഇട്ടെടുക്കുന്നത്. ഇട്ടിട്ട് ഉപ്പൊക്കെ പാകം നോക്കിയിട്ട് നമുക്ക് തിളച്ചിട്ട് അരി ഇട്ടെടുക്കുക. അപ്പോൾ നമ്മളെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടെടുക്കുക. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ ഞാൻ പാകം നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഈ അരി ഇട്ടെടുത്ത് ഉപ്പൊക്കെ നോക്കി. ഇനി നമുക്കൊന്ന് നന്നായിട്ട് തിളച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് വെക്കണം. തീ സിമ്മാക്കി കൊടുത്താലാണ് നല്ല വെന്ത് റെഡിയാവുള്ളൂ. അപ്പോൾ ഇത് ആവുന്ന സമയം കൂടി നമ്മളെ മസാല ഈ അടുപ്പത്ത് റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളെ തക്കാളി ഉള്ളിലൊക്കെ നന്നായിട്ട് വേണ്ടി വന്നു. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൽ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലോട്ട് ഞാനിപ്പോൾ 2 ഇല്ലി കറിവേപ്പില ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ ചിക്കൻ ഇട്ടെടുക്കാം. ചിക്കൻ ഞാൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. ഇത് നമുക്ക് മസാല ഇട്ടെടുക്കാം. ഇനി ഇതിലോട്ട് ചപ്പ് പൊതിന ഇട്ടാ ചപ്പ് പൊതിന ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് കാണിച്ചത് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കും. ഇനി തൈര് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ ചിക്കനും ഈ തൈരും ഒക്കെ ഒന്ന് റെഡി ആവുന്നത് വരെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇപ്പം നമ്മൾ തൈര് വെച്ചിന് തൈരും ചിക്കനൊക്കെ ഒന്ന് ആവണം. അതിലേക്ക് ഇനി കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കണം. 2 ടീസ്പൂൺ ഗരം മസാലയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പം 1 ടീസ്പൂൺ പെപ്പറാണ് ഇട്ടെടുക്കുന്നത്. കാരണം എരിവ് അനുസരിച്ച് മക്കൾക്ക് എരിവ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. കാരണം നമ്മൾ ചിക്കൻ നേരത്തെ മാരിനേറ്റ് ചെയ്തപ്പോൾ മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനാണെന്ന് നോക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ചിക്കന് വേവുന്നത് വരെ കാത്തിരിക്കുക. അപ്പോൾ നമ്മളെ റൈസ് ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് അടിയിൽ നിന്നൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ റൈസ് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ മസാലയും കൂടി ആയിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളെ ബിരിയാണിയുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെ ദമ്മിടുന്നത് നോക്കാം. അപ്പോൾ നമ്മളാ റൈസ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ റെഡിയായി. ഇനി അതിന് ഞാൻ കുറച്ച് റൈസ് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ
മസാല ഇതിലിട്ടിട്ട് വേണം ഇതിൻ്റെ മുകളിൽ ഈ റൈസ് ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ നമുക്ക് ആദ്യം മസാല ഇട്ടെടുക്കാം. അപ്പോൾ നമ്മൾ മസാല ഇതിൻ്റെ മുകളിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട്. ഒന്ന് പരത്തി കൊടുക്കുക. നമുക്ക് മസാല ഞാൻ കുറച്ചധികം ഇടയിലുണ്ട് കേട്ടോ. എനിക്കിഷ്ടം, എനിക്കും മക്കൾക്കൊക്കെ മസാലയുള്ള റൈസാണ് ഇഷ്ടം. നിങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ഉള്ളിയുടെ തക്കാളിയുടെയൊക്കെ എണ്ണം കുറക്കട്ടോ. ഇനി ഈ ചിക്കൻ്റെ മസാലയുടെ മുകളിലേക്ക് വേണം നമ്മളിനി നേരത്തെ മാറ്റി വെച്ച റൈസ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ മേലെ ഒന്ന് ഇങ്ങനെ ദമ്മാവാൻ ഇപ്പോൾ തീ ഞാനൊരു സിമ്മിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ഒന്ന് പരത്തി വെച്ച് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക, അതുപോലെ കുറച്ച് മല്ലിയിലയും തൂക്കി കൊടുക്കുക. ഇപ്പോൾ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില. അപ്പം നിങ്ങൾക്ക് ഈ സമയത്ത് ഉള്ളി വാട്ടിയത് അതുപോലെ നമ്മൾ അണ്ടി മുന്തിരിയൊക്കെ ഇതിലിട്ട് കൊടുക്കട്ടെ. അപ്പം എനിക്കതൊന്നും ഇഷ്ടമല്ല, മക്കൾക്കൊന്നും അത് ഇഷ്ടമല്ല, അതൊക്കെ എടുത്തിടും. അപ്പോൾ അതൊന്നും ഞാൻ ഇപ്പോൾ ഇതിലിട്ട് കൊടുക്കുന്നില്ല. ഇതിന് മുകളിൽ കുറച്ച് നമുക്കൊരു നെയ്യ് തൂക്കി കൊടുക്കുക, കുറച്ച്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ബിരിയാണി ഞാനൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. റൈസും ചിക്കൻ മസാലയൊക്കെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, ബൈ ബൈ.